ഹായ് ഓൾ, ഇന്ന് നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ. കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇത് ഫ്ലോപ്പ് ആവുമെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഞാൻ തന്നെ വണ്ടറടിച്ചു പോയി. അത്രക്കും അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റാണിത്. സത്യത്തിൽ ഞാനിതിൻ്റെ ഒരു ഫാനൊന്നും അല്ലായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോ സക്സസ് ആയതോടെ എനിക്കിതിനോട് ചെറിയൊരു ക്രൈസൊക്കെ വന്ന് തുടങ്ങി. ഇനി എന്തായാലും കുറച്ചധികം ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോക്കാക്കി വെക്കണം, എൻ്റെ ജേണലിലും ഡയറിയിലൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ. അപ്പോൾ കൂട്ടുകാരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കളറിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ചേഴ്സിന് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സൈഡ് ഭാഗത്ത് ഇതാ ഈ വൈറ്റ് നിൽക്കുന്ന പോലെയാണ് കട്ട് ചെയ്യേണ്ടത്. വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്കിത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ വൈറ്റ് ഭാഗം ഇങ്ങനെ നിർത്തിയ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബട്ടർ പേപ്പറാണ് വേണ്ടത്. ഇതില്ലെങ്കിൽ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലുള്ള ഷീറ്റായാലും മതി. എന്നിട്ട് സെല്ലോ ടേപ്പ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത പിക്ചേഴ്സ് വെച്ചിട്ട് വീണ്ടും ടാപ്പ് ഒന്ന് മേലെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് വീതിയുള്ള ടാപ്പാണെങ്കിൽ നമ്മുടെ പരിപാടി എളുപ്പത്തിൽ കഴിയൂട്ടോ. ഇനി ഇത് കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, ഇതിൻ്റെ എൻഡ് ഭാഗം കുറച്ച് നിർത്തിയ ശേഷം വേണം കട്ട് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ അടിപൊളി സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലുള്ള ഒരു ഷീറ്റ് മാറ്റിയിട്ട് ഒരു ഗ്ലാസ് പേപ്പർക്ക് ഒട്ടിച്ച് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ സൂപ്പർ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടോ. നമ്മൾ ട്രൈ ചെയ്ത് ഈ അടിപൊളി ക്യൂട്ട് പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായം അറിയിക്കണേ. പിന്നെ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തൂടെ.